ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുമായി നിലവിലുള്ള സമാധാന ധാരണകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനിലെ 290 അംഗ പാർലമെന്റിലെ 180 എംപിമാർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുക, നയതന്ത്ര ചർച്ചകൾക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുക, തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും നിയമവിധേയമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമേരിക്കൻ ഉപരോധങ്ങൾ രൂക്ഷമായാലും ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാണ് ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടിലേക്ക് കടക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കൻ താവളങ്ങളിലേക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് ഇറാൻ. ഇങ്ങനെ പോയാൽ ഇറാന്റെ തിരിച്ചടി ഇനി മാറുമോ? അതായത് ഇറാന്റെ തിരിച്ചടിയുടെ സ്വഭാവം മാറുമോ? സമാധാന ശ്രമങ്ങൾക്ക് ഇനി പ്രസക്തി ഇല്ലാതായോ? ഇറാന്റെ തിരിച്ചടി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് അമേരിക്കയുടെ സേനാതാവളങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടേക്ക് മാത്രം ആക്രമണം നടത്തുക. പിന്നീട് ഉണ്ടാകുന്നത് കൊളാറ്ററൽ ഡാമേജസ് ആണ്. അതായത് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അയക്കുന്ന ഇറാനിയൻ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തടയപ്പെടുമ്പോൾ, ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെബ്രി അവശിഷ്ടം പതിച്ചാണ് പലപ്പോഴും മരണങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ആക്രമണം ഒരിക്കലും ജനവാസ മേഖലയിലേക്കായിരുന്നിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ രീതിശാസ്ത്രം ചെറിയ രീതിയിൽ മാറുന്നതായി ഒരു സൂചന കഴിഞ്ഞ 2 ദിവസമായി കാണുന്നു. അതിലൊന്ന്, ജോർദാൻ രാജ്യത്തെ ഒരു അത് അമേരിക്കൻ വിമാനങ്ങൾ കിടക്കുന്ന ഒരു ഹാങ്ങറാണ്. ആ ഹാങ്ങറിന് നേരെ, അതായത് വിമാനങ്ങൾ മൂടി സൂക്ഷിക്കുന്ന വലിയ കെട്ടിടങ്ങളാണ്, അതിന് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് സൈനിക ലക്ഷ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, കുവൈറ്റിലെ ഒരു റിഫൈനറിക്ക് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ബോധപൂർവമായ ആക്രമണമാണോ അതോ ഈ കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുന്ന ലക്ഷ്യം തെറ്റി വീണ മിസൈലാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകളില്ല. അതുമാത്രമല്ല, എയർപോർട്ടിലേക്ക് കഴിഞ്ഞ മാസം നടന്ന ആക്രമണം അത് ഓർക്കുക. കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നടന്ന ആക്രമണങ്ങളും UAE ഏതാനും താവളങ്ങൾ, സൈനിക ലക്ഷ്യങ്ങളല്ലാത്ത ചില താവളങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങളുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി സേനാ താവളങ്ങൾ മാത്രം, അമേരിക്കൻ സേനാ താവളങ്ങൾ 19ഓളമുള്ള അമേരിക്കൻ സേനാ താവളങ്ങൾ 6 രാജ്യങ്ങളിലായിട്ടുള്ള GCC രാജ്യങ്ങളിലെ താവളങ്ങൾക്ക് പുറത്തും ആക്രമണം സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാം. പക്ഷേ അതൊരു പാറ്റേൺ എന്ന് പറയാനാവില്ല, അതൊരു അബിറേഷൻ എന്ന് മാത്രമേ പറയാനാവൂ. ഇതിനി പാറ്റേൺ ആകാൻ പോവുകയാണോ? ആ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇറാനിയൻ പാർലമെൻറ്റാണ് ഇവിടെ ശ്രദ്ധാകേന്ദ്രം. ഇപ്പം നമ്മളെപ്പോഴും സംസാരിക്കും അമേരിക്കൻ പാർലമെൻറ്റിനെ കുറിച്ച്, അമേരിക്കൻ സെനറ്റിനെ കുറിച്ചും അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിനെ കുറിച്ചും, ഇത് രണ്ടും ചേരുന്ന അമേരിക്കൻ കോൺഗ്രഷണൽ സംവിധാനത്തെക്കുറിച്ചും നമ്മൾ വാതോരാതെ സംസാരിക്കും. ട്രംപിന് അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ ഏറെക്കാലം യുദ്ധവുമായി മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് ആയുധങ്ങൾ വാങ്ങാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെനറ്റിൽ നടന്നൊരു വോട്ടെടുപ്പിൽ ഈ കൃത്യമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ല. അതായത് സെനറ്റിലെ 100 അംഗങ്ങളിൽ 46 പേര് മാത്രമാണ് ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ, വൻതോതിൽ ആയുധങ്ങൾക്ക് വേണ്ടി പണം അനുവദിക്കണം എന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചത്. 50 പേര് എതിർത്തിരിക്കുകയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങൾ ഉൾപ്പെടെ ഡെമോക്രാറ്റുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ട്രംപിൻ്റെ ആയുധം വാങ്ങൽ പ്രപ്പോസലിനെ, അത് ഈ യുദ്ധത്തിന് വേണ്ടിയാണ്, അതിനെ എതിർത്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ പാർലമെൻറ്റിന് ഒരു വിലയുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ചിലപ്പോൾ ട്രംപ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആത്യന്തികമായി അമേരിക്കൻ പ്രസിഡന്റിനെ കൺട്രോൾ ചെയ്യാൻ ചെക്സ് ആൻഡ് ബാലൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ്സിന് കഴിയേണ്ടതാണ്. അതുകൂടെയൊക്കെ കഴിയുന്നതുമുണ്ട്. പക്ഷേ ഇറാൻ അങ്ങനെ അല്ല എന്നാണ് പൊതുവെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇറാൻ്റെ പാർലമെൻറ്റായ മജ്ലിസ് ശക്തമായൊരു നിലപാടെടുത്തിരിക്കുന്നു. ഇറാനും തത്വത്തിൽ പറയുമ്പോൾ ജനാധിപത്യ രാജ്യമാണ്. അതൊരു പരിമിതമായ തോതിലുള്ള ജനാധിപത്യ പ്രക്രിയ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 2 പേര് മത്സരിക്കും. പരമോന്നത നേതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോട് മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനാവൂ എന്നത് മാത്രമാണ് പ്രത്യേകത. പക്ഷേ മിതവാദി നേതാവും സ്വല്പം റാഡിക്കൽ ചിന്തയുള്ള ഒരു നേതാവും തമ്മിൽ അന്തിമ പോരാട്ടത്തിൽ വന്നപ്പോൾ മിതവാദിയായ പെസഷ്കിയാനാണ് ജയിച്ച പ്രസിഡന്റായത്. പക്ഷേ പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ പരിമിതമാണ്. ആ പൂർണ്ണമായി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അധികാരങ്ങളോട് കമ്പയർ ചെയ്യാനാവില്ല ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ. അതിനെ യഥാർത്ഥത്തിൽ ഡിഫാക്ടോ കൺട്രോളിംഗ് അതോറിറ്റി IRGCയും എല്ലാത്തിൻ്റെയും തലപ്പത്തുള്ള ആയത്തുള്ള മുജ്തബ ഖൊമേനിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സംവിധാനം, റിലീജിയസ് ക്ലർക്സിന് പ്രാധാന്യമുള്ളൊരു സംവിധാനമാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ അവിടെ
പാർലമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ്, നിയമവിധേയമായി മാത്രമേ കാര്യങ്ങളെ നടപ്പാക്കാൻ കഴിയൂ. പരമോന്നത നേതാവിൻ്റെ ഹിതമനുസരിച്ച് പലപ്പോഴും പാർലമെൻറ്റും പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ പാർലമെൻറ്റിലെ 390 അംഗ പാർലമെൻറ്റിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും, മജ്ലിസ് എന്നാണ് പാർലമെൻറ്റിൻ്റെ പേര്, അതിൻ്റെ സ്പീക്കറാണല്ലോ നെഗോസിയേഷൻസിലൊക്കെ പങ്കെടുക്കുന്ന സ്ഥിരപരിചിതനായ, എപ്പോഴും കേൾക്കുന്ന പേരാണല്ലോ മുഹമ്മദ് ബാഖിർ ഗലിബാഫ്. അപ്പം ഗലിബാഫിൻ്റെ ഒരു നേതൃത്വം അത് വലിയൊരു ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. മുൻപ് അധികം പേര് കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഖലിബാഫ്. അപ്പം അദ്ദേഹം ഇപ്പോൾ മുന്നിൽ നിന്ന് ഇറാൻ്റെ നയതന്ത്ര നീക്കങ്ങളെ നയിക്കുന്നു. ഇപ്പോൾ ഇറാൻ മജ്ലിസ് പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം അംഗങ്ങൾ, 280ഓളം അംഗങ്ങൾ ഒത്തുചേർന്നൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നെഗോസിയേഷന് വേണ്ടി ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ എപ്പോഴും ഗലിബാഫിനെയും അതുപോലെ അല്ലെങ്കിൽ അബ്ബാസ് അരാക്ചി എന്ന വിദേശകാര്യമന്ത്രിയെ മാത്രം പറഞ്ഞു വിടുന്നതിന് പകരം ഒരു സമിതി ഉണ്ടാകണം. ശക്തമായി പാർലമെൻറ്റിൻ്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന, പരമോന്നത നേതാവിൻ്റെ നിയന്ത്രണമുള്ള, IRGC താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന, ഇറാനിയൻ ജനതയുടെ പ്രതീകമാകുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതൊരാവശ്യമായി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കരാറിൽ അമേരിക്കയുമായി എന്തിന് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുന്നു? അമേരിക്ക നിരന്തരമായി ആക്രമിക്കുന്നു. ഈ കരാറൊക്കെ ഒരു ഐ വാഷാണ്. ഇറാൻ്റെ ജനതയെ പറ്റിക്കാനുള്ള, തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള, യുദ്ധത്തിനിടയിൽ ചെറിയ വിരാമം, ആയുധങ്ങൾ മൂർച്ച വരുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഓഫ് ടൈം എന്ന നിലയിൽ ഒരു യുദ്ധവിരാമം അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കരാർ ഒപ്പിടുന്നു. ഇതിൻ്റെ നിരർത്ഥകത അതൊരിക്കൽ കൂടി പാർലമെൻറ്റ് ചൂണ്ടിക്കാട്ടുകയാണ് പ്രമേയത്തിലൂടെ. അതുമാത്രമല്ല, പാർലമെൻറ്റ് കുറച്ചുകൂടി സിസ്റ്റത്തിൻ്റെ അത് റൺ ചെയ്യുന്നതിന് ഉള്ള ഒരു കാര്യങ്ങളിൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല, ഇറാനെ പരമാവധി സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെ, ഉപരോധത്തിനെതിരെ ക്രിയാത്മകമായ നീക്കങ്ങൾ നടത്തണം. ഉപരോധം പൊളിക്കാൻ ഭൗതികമായി എന്ത് ചെയ്യാനാവുമെന്ന ആലോചനകളിലുമായിരുന്നു ഇറാനിയൻ പാർലമെൻറ്റ്. അങ്ങനെയാണ് ഇറാൻ്റെ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രമേയം പാസ്സാക്കിയത്. അതിനർത്ഥം ഇറാൻ്റെ ഗവൺമെൻറ്റിനോടൊപ്പമാണ് പാർലമെൻറ്റ്, ഇറാൻ്റെ ഭരണകർത്താക്കളോടൊപ്പം തന്നെയാണ് പാർലമെൻറ്റ് അംഗങ്ങൾ. അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെ പറയാനാവില്ല. ട്രംപിനോടൊപ്പമാണ് അമേരിക്കൻ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങൾ എന്നത് കൃത്യമായി പറയാനാവില്ല. പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻഷ്യൽ പ്രൊറോഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മനസ്സില്ലാ മനസ്സോടെ പാർലമെൻറ്റ് കൂടെ നിൽക്കുന്നു. പക്ഷേ ചില ചെക്കുകൾ അവർ വയ്ക്കുന്നു എന്ന രീതിയിലാണ് അമേരിക്കയിൽ പോകുന്നത്. സമാന്തരമായി ഇറാനിൽ വരുന്ന ഒരു വികാരം, പൊതുവികാരം, ഇപ്പം ജനകീയ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണല്ലോ പാർലമെൻറ്റ്. പാർലമെൻറ്റ് അംഗങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണല്ലോ പാർലമെൻറ്റ് അംഗങ്ങൾ. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ വികാരം ഓവർവെൽമിംഗ്ലി എഗൻസ്റ്റ് അമേരിക്കയാണ്. അപ്പോൾ ആ രീതിയിലുള്ള അമേരിക്ക വിരുദ്ധത അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. അത് ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകളാണ്. അവിടെ വന്നെത്തിയ ആളുകൾ, അവരുടെ വൈകാരികമായ പ്രകടനങ്ങൾ, ഇതെല്ലാം ഒരു സൂചനയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദേശീയ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ദേശീയ സ്വത്വം, അതും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ഈലാൻ, ഒരു ഫ്ലവർ, ഇത് വളരെ പ്രകടമാണ്. അതൊരു രാജ്യത്തെ ജനങ്ങളുടെ മൊറാൽ, ആത്മവീര്യം ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ആ രാജ്യത്തെ സൈനികമായി പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ആവില്ല എന്ന് തന്നെ പറയാം. ഇത്രയും ബൃഹത് രാജ്യമായ ഇറാനെ സൈനികമായി കീഴടക്കണമെങ്കിൽ മാൻ ടു മാൻ, ബൂട്ട് ഓൺ ഗ്രൗണ്ട് എന്ന് പറയും. അതായത് പട്ടാളക്കാർ ബൂട്ട് ഗ്രൗണ്ടിൽ, എനിമി രാജ്യത്തിൻ്റെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് അവിടെ കരയിലൂടെ നീങ്ങി ലക്ഷ്യസ്ഥാനങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്തെങ്കിലേ പറ്റൂ. ഇവിടെ എങ്ങനെയാണ് സാധിക്കുക? 31 ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. 31 ഇടങ്ങളിലാണ് പ്രതിരോധ ഒരുക്കങ്ങൾ. അതായത് 31 പ്രവിശ്യകളുണ്ട്. ഈ 31 പ്രവിശ്യകളിലും സമാന്തരമായ സംവിധാനങ്ങളുണ്ട്. അവിടെ എല്ലാം ഇൻഡിപെൻഡൻറ്റ് കമാൻഡ് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം രീതികൾ വ്യത്യസ്തവുമാണ്. ഇവിടെ എല്ലാം കടന്നു ചെന്ന് ഓരോ മേഖലയും ഈ ഹൈഡൗട്ടുകൾ, എത്രയോ ലക്ഷക്കണക്കിന് ഇടങ്ങളിലാണ് ഈ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന നാച്ചുറൽ ഹൈഡൗട്ട്സ് ഉണ്ട്. ഈ ഹൈഡൗട്ടുകളിലെല്ലാം ഇരിക്കുന്ന ഇറാനിയൻ സേനാ അംഗങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്യുകയും പരാജയപ്പെടുത്തുകയും ഗവൺമെൻറ് ഓഫീസുകളും മറ്റ് സ്ഥലങ്ങളും തന്ത്രപ്രധാനമായ നഗരങ്ങളും എല്ലാം തന്നെ പിടിച്ച് എടുത്ത് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ യുഗാന്ത്യം വരെ കാത്തിരിക്കേണ്ടി വരും. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പരമാവധി നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കഴിയും, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ കഴിയും, ആകാശമാർഗം. അതിൽ കൂടുതൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇത് ഇറാനിയൻ മജ്ലിസിനും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ പ്രത്യാക്രമണം ഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രതിരോധം ഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ പുതിയ സങ്കേതങ്ങൾ, അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഇറാനിയൻ പാർലമെൻറ്റിൻ്റെ ഓപ്റ്റിമിസത്തിൻ്റെ അടിസ്ഥാനം റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ലഭിച്ച
ചില ഉറപ്പുകൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവണം. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻസൈഡ് ഇൻഫർമേഷൻ ഉണ്ടാവണം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്, ഒരു ഇറാനിയൻ ടെഹ്റാനിലേക്ക് റഷ്യൻ വിമാനം, അതായത് ഒരു ആകാശ നിരീക്ഷണം നടത്താൻ കഴിയുന്ന, ആകാശങ്ങൾ നിന്നുകൊണ്ട് തന്നെ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന വിമാനം ടെഹ്റാനിലേക്ക് റഷ്യ അയക്കുന്നു എന്നത് ഇപ്പോൾ അതിനെ സിംബോളിക്കായി കണ്ടാൽ മതിയാകും. പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നത്, വേണ്ടി വന്നാൽ അളമുട്ടിയാൽ സഹായത്തിന് പുടിൻ എത്തും, റഷ്യ എത്തും എന്ന് തന്നെ ആയി ഒരുപക്ഷെ പാർലമെൻറ്റ് അംഗങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ചെറുത്തുനിൽപ്പിൻ്റെ പുതിയ പന്ഥാവുകൾ തേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ പാർലമെൻറ്റിൽ ആ പ്രമേയം വരുന്നതും ഓവർവെൽമിംഗ് നമ്പേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തതും അതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇറാന് യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള ലൈസൻസാണ്. അമേരിക്കയുമായി ആ രീതിയിൽ സന്ധി വേണ്ട, ഗൺ പോയിൻറ്റിൽ തോക്കിൻ മുനയിൽ നിർത്തിയുള്ള സന്ധി വേണ്ട, തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള സന്ധി വേണ്ട, ഹോർമൂസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം കേവലം മുജ്തബ ഖുമൈനിയുടെ തീരുമാനമല്ല, കേവലം IRGCയുടെ തീരുമാനമല്ല. അതിൻ്റെ സ്ഥിരീകരണം നിയമവിധേയമായി പാർലമെൻറ്റിലൂടെ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി ഇറാൻ നിയമവിധേയമാക്കണം എന്നും മജ്ലിസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രമേയം വന്നിരുന്നു, അത് പാസ്സാക്കി വാക്കാൽ പറഞ്ഞു വെച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് മേൽ, അതായത് 22 നോട്ടിക്കൽ മൈൽസ് ഇറാൻ്റെ ഭൂമിയിൽ നിന്നും, അതായത് കരയിൽ നിന്നും 22 നോട്ടിക്കൽ മൈൽസ് കടലിലേക്ക് ഉള്ള ഭാഗമെല്ലാം ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്. അത് ഇൻ്റർനാഷണൽ ചാർട്ടേഴ്സിലെല്ലാം തന്നെ അനുവദനീയമായ കാര്യവുമാണ്. അതിലെയാണ് അന്താരാഷ്ട്ര കപ്പൽപാത പോകുന്നത്. അതിൻ്റെ മേൽ ഇറാന് നിയന്ത്രണം വേണമെന്ന് പറയുന്നത് വെറുതെ പറയുന്നത് മാത്രമല്ല, നിയമപരമായി ഇറാൻ്റെ നിയമത്തിൻ്റെ കൂടെ ഭാഗമായി അത് വരികയാണ്. ഇപ്പോൾ ഓപ്പൺ വാട്ടേഴ്സ് എന്നതിൽ നിന്നും ഇറാനിയൻ വാട്ടേഴ്സ് എന്ന നിലയിലേക്ക് ഇറാനിയൻ നിയമം അനുസരിച്ച് അത് മാറ്റണം എന്ന് നിയമനിർമ്മാണ സമിതിയായ മജ്ലിസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു വൈജാത്യം അവിടെ കാണാം. അമേരിക്ക പറയുന്നു ഹോർമൂസ് അമേരിക്കയാണ് ഇനി നിയന്ത്രിക്കാൻ പോകുന്നത്. ഇറാൻ പറയുന്നു ഹോർമൂസിൻ്റെ മേലുള്ള പൂർണ്ണ പരമാധികാരം തങ്ങളുടേതാണെന്ന് തങ്ങളുടെ നിയമപരമായി തന്നെ തങ്ങൾ തീരുമാനിക്കുന്നു. ഈ രണ്ട് പൊസിഷൻസും ഒരിക്കലും ഒരുമിച്ച് ചേരുന്നില്ല എന്നതുകൊണ്ട് സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാർലമെൻറ്റുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിയിരിക്കുന്നു. അമേരിക്കൻ കോൺഗ്രസ് വേഴ്സസ് ഇറാനിയൻ പാർലമെൻറ്റ്. അതായത് അമേരിക്കൻ കോൺഗ്രസ്സിനെ ഒരു പക്ഷേ ട്രംപിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇറാനിയൻ ഇക്വലൻറ്റ്, അതായത് കൗണ്ടർ പാർട്ട് ഇൻ ഇറാൻ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അമേരിക്കൻ ടേംസിൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന ഒരു കടുംപിടുത്ത നിലപാടിലേക്ക് ഇറാനും എത്തിയിരിക്കുന്നു.